പക്ഷി പറന്നപ്പോൾ ഒരു ബുക്ക് പിറക്കുകയോ? അതിശയിക്കേണ്ട, അങ്ങനെ പിറന്ന ഒരു പ്രശസ്തമായ ബുക്കുണ്ട്. 1951 നവംബർ 10 ഗിന്നസ് ബ്രൂവറി എന്ന ആൽക്കഹോൾ കമ്പനിയുടെ MD ആയ സർ ഹ്യൂഗ് ബീവർ തന്റെ വിനോദമായ വേട്ടയ്ക്കിടെ ഒരു പക്ഷിയെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് വേഗത്തിൽ പറന്നുപോകുന്നു. അപ്പോഴാണ് ഏറ്റവും വേഗതയിൽ പറക്കുന്ന പക്ഷി ഏതായിരിക്കുമെന്ന ചിന്ത സർ ഹ്യൂഗ് ബീവറിനുണ്ടാകുന്നത്. തന്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായി ബീവർ പല സുഹൃത്തുക്കളോടും ചോദിക്കുകയും അത് പല തർക്കങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ലോക റെക്കോർഡുകൾ എഴുതി വെക്കുന്ന പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ബീവറിന് തോന്നുന്നു. ഈ ആശയം നടപ്പാക്കാൻ ബീവർ തന്റെ കമ്പനി ജീവനക്കാരനായ ക്രിസ്റ്റഫർ ചാറ്റവയോട് ആവശ്യപ്പെടുകയും ക്രിസ്റ്റഫർ ലോക റെക്കോർഡുകൾ ശേഖരിക്കാനായി അർദ്ധ സഹോദരങ്ങളായ നോറിസ്, റോസ് എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ലോക റെക്കോർഡുകൾ അടയാളപ്പെടുത്തുന്ന ഗിന്നസ് ബുക്ക് പിറവിയെടുക്കുന്നത്. 1955 ഓഗസ്റ്റ് 27 ഗിന്നസ് ബുക്ക് ഔദ്യോഗികമായി ലണ്ടനിൽ പുറത്തിറങ്ങുന്നത്. ഗിന്നസ് കമ്പനിയുടെ പേര് കൂടിച്ചേർത്ത് പുസ്തകം പുറത്തിറക്കിയതിന് പിന്നിൽ ഗിന്നസ് MD ആയ ബീവറിന്റെ താല്പര്യം തന്നെയായിരുന്നു. പ്രസിദ്ധീകരിച്ച ആ വർഷം തന്നെ പുസ്തകം ബെസ്റ്റ് സെല്ലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിരന്തരം പുതുക്കി പതിപ്പുകൾ ഇറക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഇതുവരെ 70 പതിപ്പുകളിലായി 150 ദശലക്ഷം കോപ്പികൾ അച്ചടിച്ചിട്ടുണ്ട്. മലയാള പതിപ്പിന് 3000 രൂപയാണ് വില. മനുഷ്യത്വ വിരുദ്ധവും പരിസ്ഥിതിക്ക് ദോഷം വരുന്നതുമായ റെക്കോർഡുകൾ ഗിന്നസിൽ ഉൾപ്പെടുത്താറില്ല. മൃഗങ്ങൾക്ക് എതിരായിട്ടുള്ളതും ഉൾപ്പെടുത്താറില്ല എന്ന പ്രത്യേകതയും ഗിന്നസ് ബുക്കിനുണ്ട്. ഒരു റഫറൻസ് ഗ്രന്ഥം കൂടിയായ ഗിന്നസ് ബുക്ക് ലോകത്തെ വിവിധ ഗ്രന്ഥശാലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ മോഷണം പോയ പുസ്തകം കൂടിയാണ്. ഏറ്റവും കൂടുതൽ മോഷണം പോയ ബുക്ക് എന്ന ഗിന്നസ് റെക്കോർഡും ഗിന്നസ് ബുക്കിന് തന്നെയാണ്. 2025 70 വർഷം പൂർത്തിയാകുന്ന ഈ റെക്കോർഡ് പുസ്തകം 40 ഭാഷകളിലായി 100-ലധികം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1976 മുതൽ കാനഡയിലെ ജിം പാറ്റിസൺ ഗ്രൂപ്പാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്.